പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ജാനുവരി മാസം 21 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. മനുഷ്യനും സാഹചര്യവും എന്നോട് പറയുന്നത് വിശ്വസിക്കാതെ തളരാതെ മുന്നോട്ട് പോകുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28 അധ്യായം അതിന്റെ 5 വാക്യം. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് മനുഷ്യനും സാഹചര്യവും നമ്മോട് പറയുന്നതും വിശ്വസിക്കാതെ തളരാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് മനുഷ്യർ പലരും ഇപ്പോഴത്തെ സാഹചര്യം കണ്ടിട്ട് പറയുന്നുണ്ടായിരിക്കും, ഇനിയും മുമ്പോട്ട് പോകത്തില്ല, ഇനി കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതേപോലെ തന്നെ സാഹചര്യം നമ്മുടെ മുമ്പിൽ വിളിച്ച് കാണിക്കുന്നുണ്ടാകാം, ഇനിയൊരു രക്ഷയില്ല, എല്ലാ വഴിയും അടഞ്ഞു പോകും. ഞാൻ നിങ്ങളും വായിച്ചു കേട്ട വചന പശ്ചാത്തലം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിൽ വലിയ പ്രതികൂലത്തിലൂടെ, കപ്പൽ തകർച്ചയിലൂടെ ഇതാ പൗലോസും കൂട്ടരും മെലീത്തയിൽ കയറി വരുമ്പോൾ അവിടുത്തെ ബർബരന്മാർ അല്ലെങ്കിൽ അവിടുത്തെ ജനം പൗലോസിനോടും കൂട്ടരിനോടും അസാധാരണ ദയവ് കാണിച്ചു. അവരെ തണുപ്പിൽ അവർക്ക് ചൂട് ലഭിക്കേണ്ടതിന് വേണ്ടി അവർക്ക് തീയിട്ട് കൊടുത്തു. പൗലോസും അവരുടെ കൂടെ കുറെ വിറക്കുകൾ പറക്കി ആ തീയിലിടുന്ന സമയത്ത് അതിൽ നിന്നൊരു അണലി തൻ്റെ കൈക്ക് പറ്റുന്നതായി കാണുന്നു. ആ ജന്തു തൻ്റെ കൈക്ക് പറ്റുന്നത് കണ്ട് ബർബരന്മാർ ഒരുമിച്ച് പറയുകയാണ്, ഇവൻ കൊലപാതകനാണ്, ഇവൻ രക്ഷപ്പെടത്തില്ല, ഇവൻ ഇപ്പോൾ ചത്തുവീഴും, നീതിദേവി ഇവനെ രക്ഷപ്പെടുവാൻ സമ്മതിക്കത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഈ പദം തിരിച്ചറിയണമെന്ന് ഓർപ്പിക്കുന്നു. ഇതാ അവിടെ നിന്ന് ബർബരന്മാർ ദയവ് കാണിച്ചെങ്കിലും പൗലോസിന്റെ കയ്യിൽ ആ അണലി പറ്റുന്നത് കണ്ട് ഇതാ അവർ ഒരുമിച്ച് പറഞ്ഞു, ഇവൻ ഇപ്പോൾ ചത്തുവീഴും, അവൻ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ബർബരന്മാർ അങ്ങനെ പറയാൻ കാരണം ഇതിനു മുമ്പേ അവർ കണ്ടതെല്ലാം, ഈ അണലി ചുറ്റുകയോ കടിക്കുകയോ ചെയ്തതെല്ലാം മരിച്ചു വീണിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ചത്തു വീർക്കുന്നതാണ് അവർ കണ്ടത്. എന്നാൽ ഞാനും നിങ്ങളും വായിച്ചു കേട്ട വാക്യം എന്ന് പറയുന്നത്, പൗലോസ് ആ ജന്തുവിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു, അവനൊന്നും പറ്റിയതുമില്ല. എന്നെ കേൾക്കുന്നവരെ, ഇതാ അവിടെ നിന്ന് ജനം അവനെ നോക്കി വിളിച്ചു പറഞ്ഞത്, ഇനി അവൻ അവസാനിച്ചെന്നുള്ളതാണ്. സാഹചര്യം, മെലീത്തയുടെ സാഹചര്യം വിളിച്ചു പറഞ്ഞത്, ആ ജന്തു കയ്യിൽ തൂങ്ങുന്നവർ അല്ലെങ്കിൽ ആ ജന്തു കടിക്കുന്നവരെല്ലാം മരിച്ചു പോകുന്നുള്ളതാണ്. നിങ്ങൾ മനുഷ്യൻ പറഞ്ഞതോ സാഹചര്യം പറഞ്ഞതോ വിശ്വസിക്കരുത്. അവരുടെ നോട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ പറച്ചിലിൽ, സാഹചര്യത്തിൽ പൗലോസിന് ഭയപ്പെടാമായിരുന്നു. ഒരുപക്ഷെ ഭയന്ന് തന്നെ മരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാം. എന്നാൽ അവിടെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വിളിച്ച വിളിയും അകത്ത് പകർന്ന ആത്മാവിന്റെ ബലത്തിലും ഇതാ പൗലോസ് മുമ്പോട്ട് പോവുകയാണ്. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ വിളിയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ പൗലോസിനോട് ദൈവം പറഞ്ഞിരിക്കുന്നത് 27 അധ്യായം 24 വാക്യത്തിൽ പറയുകയാണ്, പൗലോസെ നീ ഭയപ്പെടരുത്, നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. പൗലോസിന് ഭയങ്കര ബോധ്യമാണ്, ദൈവം പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിനകത്ത് നടക്കാൻ പോകുന്നത്. ഈ അണലി ചുറ്റിയതോ അല്ലെങ്കിൽ ഇവിടുത്തെ ബർബരന്മാർ പറയുന്നതോ അല്ല എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അവൻ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ദൈവം നിങ്ങളെ വിളിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സാഹചര്യങ്ങളെ ജയിക്കാം, മനുഷ്യന്റെ വാക്കുകളെ നിങ്ങൾക്ക് ജയിക്കാം. നിങ്ങൾ ഒതുങ്ങിപ്പോകരുത്, നിങ്ങൾ ജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ മേലിൽ പകർന്നിരിക്കുന്ന അഭിഷേകം ശക്തിയുടേതാണ്.
സുബോധത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പകൽ അഭിഷേകത്തിൽ നിങ്ങൾ എഴുന്നേൽക്കുക. നിങ്ങൾ നോക്കിയ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ അവർ ദേശത്തിൽ ഉഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയും. എന്നെ കേൾക്കുന്നവരെ, ഫറവോന്റെ നോട്ടത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ഇനി വഴിയില്ല, അവർ തീർന്നു, അവർ ഒതുങ്ങി, അവർ കുടുങ്ങിയിരിക്കുകയാണ്. എന്നാൽ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ലോകം ഇന്നുവരെയും കാണാത്തൊരു വഴി നിന്റെ മുമ്പിൽ തുറന്നു വരാൻ പോകുകയാണ്. 35 ലക്ഷം ജനം മുഴുവൻ നിരാശപ്പെട്ടാലും, അവരെ പെറുപെറുത്താലും, സാഹചര്യം വഴിയടഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഫറവോൻ പറയും ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞാലും, മോശ പറയുകയാണ് അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. യഹോവ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നീ ഒരു നാളും കാണത്തില്ല. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ജയിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി ദൈവം തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ വിഷമം മാറാൻ പോവുകയാണ്. എൻ്റെ ദൈവം നീതിയുടെ ദൈവമാണ്, എൻ്റെ ദൈവം കൈവിടാത്തവനാണ്. ഞാനത് അതേപോലെ വിശ്വസിക്കുകയാണ്. ഈ പകൽ ഒരു വിടുതലിനെ നിങ്ങൾ സ്വീകരിക്കുക. ഈ പകൽ നിങ്ങൾ ഒരു അത്ഭുതത്തെ സ്വീകരിക്കുക. എൻ്റെ കർത്താവ് അത് ചെയ്യാൻ പോകും. ഹല്ലേലൂയ. വായിച്ച ഭാഗത്തേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. നമുക്കൊരുമിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് മടങ്ങി വരാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യും എന്ന് വെച്ച് അവർ കാത്തു നിന്നു. വളരെ നേരം കഴിഞ്ഞിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഉറപ്പോടെ നിൽക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പുതിയത് ചിലത് കർത്താവ് ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളെ നോക്കി പറഞ്ഞ നിങ്ങളുടെ ദേശക്കാർ, നിങ്ങളുടെ ഏറ്റവും അടുത്തവർ നിങ്ങളെ നോക്കി മാറ്റി പറയും. നിങ്ങൾ ദേവന്മാരാണെന്നും നിങ്ങൾ ദൈവത്തെ സേവിക്കുന്നവരാണെന്നും പറയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്ന് പറഞ്ഞ് ചരിത്രം നിങ്ങളിലൂടെ മാറാൻ പോവുകയാണ്. നിങ്ങൾ ആ വീട്ടിൻ്റെ ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. ഒരുപക്ഷെ ആ വീട്ടിലുള്ള എല്ലാവരും നിങ്ങളെ നോക്കി പല മേഖലയിൽ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ടാകാം, അവസാനിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ഈ മെസ്സേജിൽ നിങ്ങൾ വിശ്വസിക്കുകയും ഈ രാവിലെ തീരുമാനമെടുക്കുകയും ചെയ്യണം. എന്നോട് ദൈവം ഇടപെടുന്നു, എന്നോട് ദൈവം സംസാരിക്കുന്നു, ഞാൻ അനേകർക്കൊരു അനുഗ്രഹമാകാൻ പോകുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ അത്ഭുതങ്ങൾ കാണട്ടെ, ഇവർ അതിശയങ്ങൾ കാണട്ടെ, ദൈവപ്രവൃത്തി കാണട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. മനുഷ്യൻ പറഞ്ഞതോ സാഹചര്യവും പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങൾ പുതിയത് ചിലത് കാണാൻ പോകുന്നു. അത്ഭുതം വെളിപ്പെടട്ടെ. ആമേൻ, ആമേൻ. ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ വേഗത്തിൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലിങ്കുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരും കേൾക്കെ, എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങൾ കടന്നു വരണം. വലിയ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.